അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് വരിക. പേജ് നമ്പർ 25 ലെസൺ കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് അതിന് താഴെയുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. വിൽം ഹോസ്ഫീൽഡ്, ദ സോൾജിയർ ഹു സേവ്ഡ് സിൽക്മാൻ ഓൾസോ സേവ്ഡ് മെനി അതർ ഇൻഡിവിജ്വൽ. ആ സേവ് ചെയ്ത ആ ജർമ്മൻ സോൾജിയറെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് വിൽ ഹോസൻഫെൽഡ് എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ദ സോൾജിയർ, ആ പട്ടാളക്കാരൻ, ഹൂ സേവ്ഡ്, അദ്ദേഹം സേവ് ചെയ്തയാള്. സേവ്ഡ് ആരെയാണ്? വലാഡിസ്ലോ സിൽക്മാൻ. വലാഡിസ്ലോ സിൽക്മാനെ ആ സേവ് ചെയ്ത ആ മനുഷ്യൻ ഓൾസോ സേവ്ഡ്, അദ്ദേഹം വേറെയും സേവ് ചെയ്തു. മെനി അതർ ഇൻഡിവിജ്വൽസ്, വളരെയധികം വ്യക്തികളെയും സേവ് ചെയ്തു. ഹി വാസ് ക്യാപ്ചേർഡ് ബൈ ദ റെഡ് ആർമി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി വാർ. ഹി വാസ്, അദ്ദേഹത്തെ ക്യാപ്ചേർഡ്, പിടിക്കപ്പെട്ടു. ബൈ ദ റെഡ് ആർമി, അതായത് റെഡ് ആർമിയാൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വാർ, വാറിന്റെ അവസാനമായപ്പോഴേക്കും. ഹി കുഡ് നോട്ട് കോണ്ടാക്ട് സിൽക്മാൻ, അദ്ദേഹത്തിന് സിൽക്മാനെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ഡൈഡ് ഇൻ എ സോവിയറ്റ് പ്രീസൺ ഇൻ 1952. അദ്ദേഹം എന്ത് ചെയ്തു? സോവിയറ്റ് പ്രീസണിൽ അദ്ദേഹം 1952 എന്ത് ചെയ്തു? മരിച്ചു. കുഡ് നോട്ട് കോണ്ടാക്ട്, അദ്ദേഹത്തിന് സംവദിക്കുവാനായിട്ട്, ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ഡൈഡ്, മരിച്ചു. ഇൻ എ സോവിയറ്റ് പ്രീസൺ, സോവിയറ്റിലെ പ്രീസണിൽ 1952. ഇനി എബൌട്ട് ദ ഓദർ. ഓക്കെ, വാഡ്സ്ലോ സിൽക്മാൻ. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ജൂയിഷ് പേരുകളും പോളിഷ് പേരുകളും ഒക്കെ കൂടി കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു ഉച്ചാരണ ശൈലി അത്ര ക്ലിയർ ആവുകയില്ല. വാഡ്സ്ലോ സിൽക്മാൻ, പ്രൊനൗൺസ്ഡ് വാഡിസോഫ് പിൽമാൻ. ഓക്കെ, അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മളുടേതായ രീതിയിൽ നമ്മൾ ഉച്ചരിക്കുന്നത്? 1911 മുതൽ 2000 വരെ ഓക്കെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. വാസ് എ പോളിഷ് പിയാനിസ്റ്റ്, അദ്ദേഹം ഒരു പോളണ്ടിലെ പിയാനോ വായിക്കുന്ന ആളായിരുന്നു. ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ, അതുപോലെ തന്നെ അദ്ദേഹം സംഗീതം കമ്പോസ് ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഹിസ് മിമോയർ, അദ്ദേഹത്തിന്റെ ആ മിമോയർ ആയിരിക്കുന്ന ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അദ്ദേഹത്തിന്റെ മിമോയർ ആയിരിക്കുന്ന ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഓക്കെ, അല്ലെങ്കിൽ ബയോഗ്രഫി. ഓക്കെ, മിമോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി. ദ പിയാനിസ്റ്റ് എന്ന് പറയുന്നത് വാസ് പബ്ലിഷ്ഡ്, അതായത് പബ്ലിഷ് ചെയ്തു ഇൻ 1946, 1946. ദ ബുക്ക് വാസ് അഡാപ്റ്റഡ്, ആ ബുക്ക് അഡാപ്റ്റ് ചെയ്യപ്പെട്ടു ഇൻടു എ ഫിലിം ബൈ, ഒരു സിനിമയായിട്ട്, ബൈ റോമൻ പൊലാൻസ്കി, അതായത് റോമൻ പൊലാൻസ്കി അതിനെ ഒരു സിനിമയാക്കിയെടുത്തു ഇൻ 2002, 2002. സിൽക്മാൻ കമ്പോസ്ഡ് ഓവർ, സിൽക്മാൻ എന്ത് ചെയ്തു? കമ്പോസ്ഡ്, ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ ക്രമീകരിച്ചു. ഓവർ 500 വർക്ക്, 500 വർക്കുകളോടും, ഇൻക്ലൂഡിങ് പിയാനോ PK. അദ്ദേഹം പിയാനോ PK എന്ന് പറയുന്ന ആ ഭാഗം കൂടി, സോങ്സ് ആൻഡ് ഫിലിം സ്കോർസ്, അതായത് സിനിമയ്ക്ക് കമ്പോസ് ചെയ്തു, പിയാനോയിൽ കമ്പോസ് ചെയ്തു, സോങ്ങുകൾ കമ്പോസ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ പുസ്തകത്തിൽ തന്നെ തന്നിരിക്കുന്ന ലെറ്റസ് റിവൈൻഡ് എന്ന് പറയുന്ന 25-ാമത്തെ പേജിൽ, അതായത് കുറച്ച് ചോദ്യങ്ങളും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ആ ചോദ്യോത്തര സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പൊ ഒന്നാമത്തെ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം, വൈ ഡസ് ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് സിൽക്മാൻ ആൻഡ് സേവ് ഹിസ് ലൈഫ്? എന്തുകൊണ്ടാണ് ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് സിൽക്മാനെ സഹായിച്ചത്? ആൻഡ് സേവ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംരക്ഷിച്ചത് എന്തുകൊണ്ടാണ്? ദ ജർമ്മൻ ഓഫീസർ വാസ് എ കമ്പാഷനേറ്റ് മാൻ. ആ ജർമ്മൻ ഓഫീസർ ഒരു കമ്പാഷനേറ്റ് മാൻ, ഒരു ദയയുള്ള മനുഷ്യനായിരുന്നു. ഹു ഒപ്പോസ്ഡ് നാസി പോളിസീസ് ഓഫ് എക്സ്റ്റർമിനേറ്റിംഗ് ജ്യൂസ്. ഹു ഒപ്പോസ്ഡ്, അദ്ദേഹം എതിർത്തു. നാസി പോളിസി, നാസികളുടെ ആ ഭരണഭാഗമായിട്ടുള്ള എക്സ്റ്റർമിനേറ്റിംഗ്, അതായത് നശിപ്പിച്ചു കളയുക അല്ലെങ്കിൽ ഉന്മൂലനാശം വരുത്തുക. ഓക്കെ, ജ്യൂസിനെ ഉന്മൂലനാശം വരുത്തുന്ന ആ പരിപാടികളെ അദ്ദേഹം എതിർത്തു. അഷെയ്മഡ് ഓഫ് ദ ക്രൂവാലിറ്റി, അദ്ദേഹത്തിന് നാണമാവുകയും ലജ്ജിച്ചിരുന്നു. ഓഫ് ദ ക്രൂവാലിറ്റി, ക്രൂരത, ഇൻഫ്ലിക്റ്റഡ് ബൈ ഹിസ് കൊളീഗ്സ്, അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ക്രൂരതയെ അദ്ദേഹത്തിന് ലജ്ജിപ്പിച്ചു. ഹി ചൂസ് നോട്ട് ടു ബി എ പാർട്ട് ഓഫ് സച്ച് എ ഇൻഹ്യൂമാനിറ്റി, അദ്ദേഹം എന്ത് ചെയ്തു? അത്തരത്തിലുള്ള മാനുഷികമല്ലാത്ത ആ ക്രൂരതയുടെ ഭാഗമാകുവാൻ ആഗ്രഹിച്ചില്ല. ഓക്കെ, നോട്ട് ടു ബി എ പാർട്ട്, ഭാഗമാകുവാൻ ആഗ്രഹിച്ചില്ല. ഓഫ് സച്ച് എ ഇൻഹ്യൂമാനിറ്റി,
അതായത് മനുഷ്യത്വമില്ലാത്ത അത്തരം പ്രവൃത്തി, ഓക്കെ, ഇൻഹ്യൂമാനിറ്റി, മാനുഷികമല്ലാത്തത്, ഓക്കെ. ഇൻസ്റ്റഡ്, അതിന് പകരമായിട്ട് ഹി ഹെൽപ്ഡ് സിൽറ്റ്മാൻ സർവൈവ്, അദ്ദേഹം സിൽറ്റ്മാനെ എന്ത് ചെയ്തു? സർവൈവ് ചെയ്യുവാനായിട്ട്, ആ അപകടത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട്, അതിജീവിക്കുവാനായിട്ട് സഹായിച്ചു. എങ്ങനെയാ സഹായിച്ചത്? പ്രൊവൈഡിങ് ഹിം, അദ്ദേഹത്തിന് നൽകി, വിത്ത് ഫുഡ്, ഭക്ഷണം നൽകിയും, ആൻഡ് ക്ലോത്തിങ്, അതുപോലെ തന്നെ വസ്ത്രം നൽകിയും, വെനെവർ ഹി കുഡ്, എപ്പോഴെല്ലാം അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിച്ചു അപ്പോഴെല്ലാം ഭക്ഷണം നൽകിയും അതുപോലെ തന്നെ വസ്ത്രം നൽകിയും അദ്ദേഹത്തെ സംരക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് സിൽറ്റ്മാൻ മെയിൻറ്റെയിൻ ഹോപ്പ് ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് ഡേഞ്ചർ? എങ്ങനെയാണ് സിൽറ്റ്മാൻ പ്രതീക്ഷ വെച്ച് പിടിപ്പിച്ചത്? ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്പ്, വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് പ്രതീക്ഷ വച്ചു പിടിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന. ഈ അപകടം നിറഞ്ഞ സമയത്ത് എങ്ങനെയാണ് അദ്ദേഹം പ്രതീക്ഷ വച്ചു പിടിപ്പിച്ചത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. എല്ലാവർക്കും ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ആൻസർ സെക്ഷനിലേക്ക് പോവുകയാണ്. സിൽറ്റ്മാൻ സർവൈവൽ റിഫ്ലെക്സ്, അതായത് സിൽറ്റ്മാന്റെ സർവൈവൽ, അതിൽ ജീവിതം, റിഫ്ലെക്സ് നമ്മെ കാണിച്ചു തരുന്നു ബോത്ത് ഹിസ് അൺവേവറിങ് വിൽ, അതായത് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതായത് അൺവേവറിങ്, അതായത് കുലുങ്ങാത്ത, അനക്കമില്ലാത്ത, സോളിഡ് ആയിട്ടുള്ള അൺവേവറിങ് വിൽ, അതായത് മനഃശക്തി, ആൻഡ് റിസോഴ്സ്ഫുൾനെസ്, അദ്ദേഹത്തിന്റെ ആ ഇന്റഗ്രിറ്റി എന്നൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, അതായത് ആ ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത് എങ്ങനെ സർവൈവ് ചെയ്യണം എന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു മാർഗവും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ കുലുങ്ങാത്തുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, നേടിയെടുക്കാനുള്ള ആഗ്രഹത്തെയും കാണിച്ചു തരുന്നു. ഹി മാനേജ്ഡ് ടു ഹൈഡ് ഇൻ എ ആറ്റിക് യൂസ്ഡ് ബൈ ജർമ്മൻ സോൾജിയേഴ്സ്. അദ്ദേഹം എന്ത് ചെയ്തു? മാനേജ്ഡ് ചെയ്യാൻ സാധിച്ചു. ടു ഹൈഡ്, ഒളിച്ചിരിക്കാൻ, ഇൻ ആൻ ആറ്റിക്, ഒരു തട്ടിൻപുറത്ത്. എന്താണ് അതിന്റെ പ്രത്യേകത? യൂസ്ഡ് ബൈ ജർമ്മൻ സോൾജിയേഴ്സ്, അതായത് ജർമ്മൻകാരായ പട്ടാളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തട്ടിൻപുറം അദ്ദേഹത്തിന്റെ ഒളിസാലമാക്കി എടുത്തു. എ ബോൾഡ് ആൻഡ് ഇൻജീനിയസ് ആക്ട്, അത് വളരെ ധൈര്യവുമുള്ളതും അതുപോലെ തന്നെ ഇൻജീനിയസ്, അതായത് വളരെ ബുദ്ധിപൂർവമുള്ളതും അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവവുമായിട്ടുമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. ഈക്വലി വൈറ്റൽ ആസ് വാസ് ദ സപ്പോർട്ട് ഓഫ് ദ ജർമ്മൻ ഓഫീസർ, അതുപോലെ തന്നെ വളരെ ഡൈനാമിക് അല്ലെങ്കിൽ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സഹായകരമായിരുന്നു ദ സപ്പോർട്ട് ഓഫ് ദ ജർമ്മൻ ഓഫീസർ, ആ ജർമ്മൻകാരനായ ഓഫീസറിന്റെ സപ്പോർട്ടും. ഹു പ്രൊവൈഡഡ് ഹിം വിത്ത് ഫുഡ് ആൻഡ് ക്ലോത്തിങ്, അവൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന് ഫുഡ് പ്രൊവൈഡഡ്, നൽകി, ഹിം, അവന്, വിത്ത് ഫുഡ്, ഭക്ഷണവും, ആൻഡ് ക്ലോത്തിങ്, സാധനങ്ങൾ, വസ്ത്രവും, അറ്റ് ക്രിട്ടിക്കൽ മൊമെന്റ്സ്, അതായത് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തിന് വസ്ത്രവും ഭക്ഷണവും നൽകി. ടുഗദർ ദീസ് ഫാക്ടേഴ്സ്, ഇതിനോടൊന്നിച്ച് റിവീൽ, അതായത് വെളിപ്പെടുത്തുന്നു, ഹൗ സിൽറ്റ്മാൻ, എങ്ങനെയാണ് സിൽറ്റ്മാൻ ഹെൽഡ് ഇൻ ടു ഹോപ്പ്, അദ്ദേഹം പ്രതീക്ഷ, എമിഡ്സ്റ്റ് എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് ഡേഞ്ചർ, അതായത് ഈ ഇത്രയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ എങ്ങനെയാണ് എക്സ്ട്രീം, ഏറ്റവും അങ്ങേയറ്റത്തെ ഹാർഡ്ഷിപ്പ്, പ്രയാസത്തിന്റെയും അപകടത്തിന്റെയും നടുവിൽ എങ്ങനെയാണ് അദ്ദേഹം ഹോപ്പ്, പ്രതീക്ഷ വെച്ച് പുലർത്തിയത് എന്നും നമുക്ക് കാണിച്ചു തരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്തിനാണ് ഈ പാഠഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ തരുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ അവയെ പേടിച്ചോടുവല്ല വേണ്ടത്, മറിച്ച് നിങ്ങളെല്ലാവരും ഈ എക്സ്ട്രീം ഡിഫിക്കൽട്ട് സിറ്റുവേഷനുകളെ അതിജീവിക്കുവാനുള്ള മാർഗവും മനധൈര്യവും നേടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.